good morning to all. Today we are going to discuss an important topic in the chapter capacity of the parties. As you know, a minor, being an incompetent person, is not expected to enter into a contract generally. Then let's see the legal effects of an agreement with a minor or the consequences of an agreement with a minor person. The first aspect is an agreement by a minor is absolutely void and inoperative as against him. Since the mental faculties of minors are not that mature and they are not possessing the capacity to judge what is good and what is bad for them, the minors cannot be held accountable for any obligations arising under a contract with them. Or an agreement with a minor, if an agreement with a minor incurs any personal liability to the minor, that cannot be enforced before the court of law, or it is inoperative as against them, or it is void, it is considered as void. No one can enforce an agreement against a minor. അതായത് മൈനർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ശരിയായ രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതും ചീത്തയും ശരിക്കും വേർതിരിച്ചറിയാനുള്ള ഒരു പ്രായപൂർത്തി ആയിട്ടില്ല. അപ്പോൾ അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ശരിയായിട്ടുള്ള ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കത്തില്ല അവർ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ അവർ എൻറ്റർ ചെയ്യുകയും ചെയ്തു. ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ലിഗേഷൻ ഒരു തേർഡ് പാർട്ടി ആയിട്ടോ ഒരു ഔട്ട്സൈഡറോ ആയിട്ട് വരുന്ന തരത്തിലാണ് ആ കോൺട്രാക്റ്റിന്റെ ഒരു ഫർദറൻസ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിന് നിയമസാധുത ഉണ്ടായിരിക്കത്തില്ല. ദാറ്റ് മീൻസ് one has to be very careful while entering into an agreement with the minor. A person cannot enforce any legal obligations against a minor. അതായത് ഇപ്പൊ മൈനറുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം മൈനറുടെ അടുത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും എൻഫോഴ്സ് ചെയ്ത് കിട്ടാനുണ്ടെങ്കിൽ നമുക്കത് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ മൈനർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു മൈനറെ സംബന്ധിച്ചിടത്തോളം മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മൈനർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. മൈനർ ഒരു കോൺട്രാക്റ്റിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാൾ മൈനർ അല്ല മേജർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എങ്കിൽ പോലും അയാൾക്ക് അഗെയിൻസ്റ്റ് നമുക്കൊരു പേഴ്സണൽ ലയബിലിറ്റി മീറ്റ് ചെയ്ത് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു മൈനറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് പോയിന്റ്, beneficial agreements are valid contracts. That means if an agreement offers some benefit to the minor and an agreement not incurs any personal liability to the minor, such agreements are absolutely void in the eyes of law. That means a minor can be a beneficiary, or a minor can be a payee, or a minor can be a promisee under a contract. Okay, provided that contract or agreement incurs no personal liability to the minor and such agreement offers some benefit to the minor. Okay, അതായത് ബെനിഫിഷ്യൽ അഗ്രിമെന്റ്സ് ആർ വാലിഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനർ ക്യാൻ ബി എ ബെനിഫിഷ്യറി ഇൻ ദ സെൻസ് ഇപ്പോൾ ഒരു മൈനർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് മൈനറുമായിട്ട്. പക്ഷെ ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മൈനർക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് മൈനർ ആണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഒരു വാലിഡ് അഗ്രിമെന്റ് ആണ്. അതല്ലാതെ മൈനർക്ക് ആ ഒരു കോൺട്രാക്റ്റിനകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ മൈനർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിന് നിയമസാധുത ഉണ്ടായിരിക്കത്തില്ല. യാതൊരുവിധ ബാധ്യതയും മൈനർക്ക് ഉണ്ടാകുന്നില്ല. പകരം ഒരു കോൺട്രാക്റ്റിനകത്തു നിന്നും മൈനർക്ക് ഉണ്ടാകുന്നത് ബെനിഫിറ്റ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിന് നിയമസാധുത ഉണ്ട് താനും. അതായത് എ മൈനർ ക്യാൻ ബി എ പ്രോമിസി, എ മൈനർ ക്യാൻ ബി എ ബെനിഫിഷ്യറി, എ മൈനർ ക്യാൻ ബി എ പേയി. ഇപ്പം നമ്മളൊരു മൈനറുടെ പേരിൽ ഒരു ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കൂടെ ആ ചെക്കിന് വാലിഡിറ്റി ഉണ്ട്. അല്ലാതെ അയാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്
അത് എന്താ പറയുക, ചെക്ക് പാസ്സാകാതിരിക്കത്തില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 18 വയസ്സായിട്ടില്ല എന്ന് കരുതുക. ഞാനിപ്പോൾ നിങ്ങളുടെ പേരിൽ 10,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് എൻക്യാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് 18 വയസ്സ് നിർബന്ധമല്ല. അതായത് പേ ആവണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, 18 വയസ്സിന്റെ ഒരു മാനദണ്ഡമൊന്നും അവിടെ ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ പേരിലേക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരികയാണെന്നിരിക്കെ അത് സ്വീകരിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. കാരണം അവിടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് നിങ്ങൾക്ക് 18 വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ തന്നത് എൻ്റെ ആ ഒരു സംഭാവന എന്ന് പറയുന്നത് എന്താണ്, അത് നിയമപരം അല്ലാതാവുന്നില്ല. കാരണം അവിടെ നിങ്ങൾക്ക് യാതൊരുവിധ പേഴ്സണൽ ലയബിലിറ്റി ഇൻകർ ചെയ്യുന്നില്ല. പകരം നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രോമിസി ആവാം, പ്രോമിസർ ആവാം. പക്ഷെ പ്രോമിസർ ആയിട്ട് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കൊടുത്തേ പറ്റൂന്ന് ആർക്കും ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഒരു പ്രോമിസിയുടെ കേസിൽ നിങ്ങൾക്കാണ് കിട്ടാനുള്ളതെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിയെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് താനും, മൈനർ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മൈനറെ ഏതെങ്കിലും കേസിൽ നമ്മൾ നോമിനി ആക്കി വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ ഒരു ഫാദറിന്റെ നോമിനി ആയിട്ടൊരു മൈനറെയാണ് വെച്ചത്. ഫാദർ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൈനർ ചൈൽഡിന് കിട്ടാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് മൈനർ ചൈൽഡ് ആണെങ്കിൽ, ഇപ്പൊ ഒരു ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ മൈനറുടെ പേര് നമുക്ക് വേണമെങ്കിൽ പോളിസി വരെ എടുക്കാം. അപ്പൊ മൈനർ എന്ന് പറയുന്നത് അവിടെ എന്താണ്, പ്രോമിസി ആണ് ആവുന്നത്, അല്ല മൈനർ അവിടെ ബെനിഫിഷ്യറി ആണ് ആവുന്നത്. അപ്പൊ ബെനിഫിഷ്യൽ അഗ്രിമെന്റ്, an agreement that offers some benefit to the minor are always വാലിഡ് ഇൻ ദ ഐസ് ഓഫ് ലോ. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് മൈനർക്ക് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ആ അഗ്രിമെന്റ് എന്തായിരിക്കും, വാലിഡ് അഗ്രിമെന്റ് ആയിരിക്കും. പക്ഷെ തിരിച്ച് നേരത്തെ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റൂടെ ഓർത്തോളാം, an agreement with a minor is void and inoperative as against him. പക്ഷെ മൈനർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റി വരികയാണെങ്കിൽ, മൈനർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്ന ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അതിന് നിയമസാധ്യതയൊട്ട് ഉണ്ടായിരിക്കുന്നതും അല്ല. മൈനർക്ക് ബെനിഫിറ്റ് ആണ് ഓഫർ ചെയ്യുന്നത് ഒരു കോൺട്രാക്ട് എന്നുണ്ടെങ്കിൽ അതിന് നിയമസാധ്യത ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റ്, കോൺട്രാക്ട് ഫോർ സപ്ലൈ ഓഫ് നെസസറീസ്. An agreement for supplying necessaries to a minor can be enforced against him, and that too not personally against him, but can be reimbursed from the property of the minor if he is having any property with him. അതായത് ഇപ്പോൾ മൈനറെ സംബന്ധിച്ചിടത്തോളം മൈനർക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നെസസറീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ നെസസറീസിന് ഉള്ള അക്കൗണ്ടബിലിറ്റി ആർക്കുണ്ട്, മൈനർക്കുണ്ട്. അപ്പോൾ അതിലും അയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. പകരം അയാളുടെ പേരിൽ എന്തെങ്കിലും എസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്വത്തുവകകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഹിസ് പ്രോപ്പർട്ടി ഷാൽ ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ദ നെസസറി സപ്ലൈഡ് ടു ഹിം. ഹി വിൽ നോട്ട് ബി പേഴ്സണലി ലയബിൾ ഫോർ ഈവൻ ദ നെസസറി സപ്ലൈഡ് ടു ഹിം. അതായത് മൈനർക്ക് ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കടയാണ്, ആ ഒരു സ്റ്റേഷനറി ഷോപ്പാണെന്നിരിക്കട്ടെ. അപ്പം മൈനർക്ക് ആവശ്യമായിട്ടുള്ള അയാളുടെ നിത്യ ചെലവിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സായിരിക്കാം. നെസസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അയാൾക്ക് അത്യാവശ്യമായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഒന്ന് സ്ഥിരമായിട്ടൊരു കടയിൽ നിന്നാണ് വാങ്ങുന്നത്, കടമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ആ സാധനങ്ങൾക്ക് ഉള്ള വില കൊടുക്കാനുള്ള ബാധ്യത മൈനർക്കുണ്ട്. സാധാരണഗതിയിൽ മൈനറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ മൈനറുടെ അടുത്തുനിന്ന് യാതൊന്നും വസൂലാക്കാനുള്ള റൈറ്റ് ആർക്കില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തിക്കില്ല. പക്ഷെ ഇതിനകത്തൊരു എക്സെപ്ഷണൽ കേസാണ് എന്ത്, സപ്ലൈ ഓഫ് നെസസറീസ് എന്ന് പറയുന്നത്. സപ്ലൈ ഓഫ് നെസസറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെ നെസസറി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് ചിലവായിട്ടുള്ളത്, എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് മൈനറുടെ അടുത്തുനിന്ന് കിട്ടാനുള്ള റൈറ്റ് ആ പ്രൊവൈഡർക്ക് അല്ലെങ്കിൽ ആ കൊടുത്ത ആൾക്ക്, പ്രോമിസർക്ക് എന്തുണ്ട്, റൈറ്റ് ഉണ്ടായിരിക്കും. അത് മൈനറെ തല്ലി വാങ്ങാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ മൈനർക്ക് എന്തുണ്ടായിരിക്കത്തില്ല, യാതൊരുവിധ പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. പകരം മൈനറുടെ പേരിൽ എന്തെങ്കിലും സ്വത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്വത്തിനകത്തുനിന്ന് അത് ഈടാക്കാനുള്ള റൈറ്റ് ആ ഗിവർ ആരാണോ അയാൾക്കുണ്ടായിരിക്കും.
ഓക്കെ അല്ലേ? സാധാരണഗതിയിൽ മൈനർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് മൈനറുടെ അടുത്തുനിന്ന് തിരിച്ച് റീകൂപ്പ് ചെയ്യാനുള്ള റൈറ്റ് ആ കൊടുക്കുന്ന വ്യക്തിക്കില്ല. കാരണം മൈനറുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ മൈനർക്ക് ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ബാധ്യതയോ ഉണ്ടാവരുത് എന്നുള്ളതാണ് ജനറൽ റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈനർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾ ഒരു 10,000 രൂപ മൈനർക്ക് കടമായിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ. മൈനർ ആ പണം തരുന്നില്ല എന്നുണ്ടെങ്കിൽ മൈനറുടെ അടുത്തുനിന്ന് അത് തിരികെ വാങ്ങാനുള്ള ഒരു റൈറ്റ് ആ കൊടുത്ത ആൾക്കില്ല. അയാൾക്ക് ആ പണം പോയി, യാതൊരു ഓപ്ഷനും അവിടെ ഇല്ല. അയാളുടെ സ്വത്തിനകത്തുനിന്ന് പോലും അത് വസൂലാക്കാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല. പക്ഷെങ്കിൽ മൈനർക്ക് നമ്മൾ നെസസറീസ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനുഷ്യത്വത്തിന്റെ പേരിൽ അയാൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അതിനുള്ള അക്കൗണ്ടബിലിറ്റി ആർക്കുണ്ട്? മൈനർക്കുണ്ട്. മൈനർക്ക് പേഴ്സണലി അക്കൗണ്ടബിൾ ആയിരിക്കത്തില്ല. പകരം മൈനറുടെ സ്വത്തിനകത്തുനിന്ന് സ്വത്തുണ്ടെങ്കിൽ മാത്രം അത് എന്താ പറയുക റീഇംബേഴ്സ് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ആ നെസസറീസ് സപ്ലൈ ചെയ്ത വ്യക്തിക്കുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? സാധാരണ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു എക്സെപ്ഷണൽ കേസ് മാത്രമാണ് സപ്ലൈ ഓഫ് നെസസറീസ് എന്ന് പറയുന്നത്. സപ്ലൈ ഓഫ് നെസസറീസിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ മൈനർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി വരുന്നത്. അതും പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി ഇല്ല, മൈനറുടെ പ്രോപ്പർട്ടിക്കാണ് അക്കൗണ്ടബിലിറ്റി ഉള്ളത്. For the supply of necessaries, the minor is accountable, but minor is not personally accountable. Only his estate or property shall be held accountable for the necessaries supplied to him. That's the point. Okay. Explain ചെയ്ത 3 points എന്ന് പറയുന്നത്, an agreement with a minor is void and inoperative as against him. Then second one, beneficial agreements are valid in the case of a minor, or a minor can be a beneficiary. Then third, in the case of contract for supply of minor, supply of necessaries. Okay, ബാക്കി പോയിന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.